ഞാനിപ്പോൾ നിൽക്കുന്നത് ഏദൻ ഗാർഡൻ ആൻഡ് കാർഷിക നഴ്സറി വടവാതൂര്. ഇത് കോട്ടയം ജില്ലയിലാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇതുവഴി ഇന്ന് കോട്ടയത്തിന് വന്നാണ്. അപ്പോൾ ഈ നഴ്സറി കണ്ടു. അപ്പോൾ നല്ല ബോഗൻവില്ലയുടെ ഒരുപാട് കളക്ഷൻസാണ് ഇവിടെ ഉള്ളത്. നമുക്ക് അതൊക്കെ ഒന്ന് കാണാം കേട്ടോ. ഇതൊരു കാഴ്ച തന്നെ. വെറൈറ്റി ഈ ബോഗൻവില്ലയുടെ കുറേ ഉണ്ട് ഇവിടെ. നമുക്കതിലേക്കൊന്ന് പോവാം. ഇതുണ്ട്, ഈ വൈറ്റ് കളർ കണ്ടില്ലേ, എന്ത് രസമാണ് നോക്കിയേ. ഇതിൻ്റെ അതുപോലെ ഇതിൽ പൂക്കൾ കാണുന്നില്ല, പക്ഷെങ്കിൽ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരിനം ബോഗൻവില്ലയാണ്. ഇത് പക്ഷേ ഈ ഒരെണ്ണമേ വന്നിട്ടുള്ളൂ. ഇതിന് 8000 രൂപയാണ്. പിന്നെ ഇങ്ങോട്ട് നോക്കിയാലൊന്നും പറയണ്ട, പല വെറൈറ്റിയിലുള്ളതും പല കളറിലും ഉള്ളതായ ബോഗൻവില്ലകളാണ് ഇവിടെ ഉള്ളത്. ഇതെല്ലാം കൂടി നിൽക്കുന്ന കണ്ടാൽ എന്തൊരു ഭംഗിയാണ്. ബോഗൻവില്ല തന്നെയല്ല, നോക്കൂ, ഇങ്ങോട്ടൊന്ന് നോക്കൂ കാണണമെങ്കിൽ. കുറച്ച് വിലക്കുറവുണ്ട് കേട്ടോ. നമ്മൾ സർപ്പഗന്ധി എന്ന് പറയുന്ന ഇത് കണ്ടില്ലേ, ഇത് ഇൻഡോറായിട്ട് നമുക്ക് വീടിനകത്ത് വയ്ക്കാൻ പറ്റും. ഇതിൽ ചിലതൊക്കെ ഞാൻ വീട്ടിൽ വച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ ചെടികളുടെയും ഫ്ലവേഴ്സിൻ്റെയൊക്കെ കളക്ഷൻ ഇവിടെ ഉണ്ട്. പൂച്ചട്ടികൾ, അത് വച്ചിരിക്കുന്ന കാണാൻ തന്നെ എന്ത് ഭംഗിയാന്ന് നോക്കി. പിന്നെ ഇവിടെ ഇലച്ചെടികൾ ഏതൊക്കെ തരത്തിലുള്ളത് വേണമെങ്കിൽ അതെല്ലാം ഉണ്ട്. പിന്നെ ഇതൊക്കെ എനിക്ക് വീട്ടിലുണ്ട്, മുമ്പ് തന്നെ ഞാൻ വാങ്ങിച്ചാണ്. ഇത് തെറ്റിയാണ് കേട്ടോ, പല വിധത്തിലുള്ള തെറ്റി. ഇത് കണ്ടില്ലേ, ഗാർഡനിലൊക്കെ നിൽക്കുന്ന എന്ത് ഭംഗിയാണെന്നറിയോ. ഇത് വളർന്നു വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ വെച്ചാൽ നല്ല ഭംഗിയാണ്. ഇതെല്ലാം ഇലച്ചെടിയുടെ വർഗ്ഗങ്ങളിൽ പെട്ടതാണ്. റോസുകൾ, ആണല്ലേ. ഈ റോസ് ഒന്ന് നോക്കിയാൽ, ഇത് സാധാ റോസ് അല്ല, ഇത് അതിൻ്റെ പേര് റെഡ് വിനാക്ക എന്ന് പറയുന്ന ഒരു റോസാണ്. എന്നും പൂവുണ്ടല്ലേ, മിക്കവാറും വെട്ടി വിടുന്നതനുസരിച്ച് പൂവുണ്ട്. നല്ല ഭംഗിയാണ് ഇത്. ഇപ്പം നമ്മൾ ഇത് വീഡിയോ എടുത്താൽ അത്രയ്ക്ക് അങ്ങ് ഭംഗിയാകുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെങ്കിൽ ഇത് കാണാൻ നല്ല ഭംഗിയാണ്. 350 രൂപ മാത്രമേ ഇതിന് ഉള്ളൂ. പിന്നെ ചെമ്പരത്തിയുടെ കളക്ഷൻസാണ്. മൊസാണ്ടയുടെ ഒരു പുതിയ വെറൈറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഒരു പുതിയ വെറൈറ്റി. ഇതുണ്ട്,
റോസ് നോക്കിയേ. ഇതെനിക്ക് വീട്ടിലില്ല കേട്ടോ, ഞാൻ ആദ്യമായിട്ട് കാണുക ഈ വെറൈറ്റി മൊസാണ്ട. പിന്നെ റോസിൻ്റെ വെറൈറ്റികളുണ്ട്. കുറ്റിമുല്ല നോക്കി, എന്തുമാത്രം കളക്ഷൻസാണ് ഇവിടെ ഉള്ളതെന്ന് നോക്കിയേ. ജമന്തിപ്പൂ കണ്ടോ, പല കളറിൽ. നമുക്കറിയാം നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ എന്ത് ഭംഗിയാണ് ചെടികൾ കൊണ്ട് അലങ്കരിച്ചാൽ നമ്മളുടെ മനസ്സിന് തന്നെ നല്ല കുളിർമ കിട്ടും, നമ്മുടെ മൈൻഡ് തന്നെ ഫ്രഷാകും. ശരിക്കും ഞാനത് മനസ്സിലാക്കി എങ്ങനെയാണെന്നറിയാമോ, ഞാൻ മുറ്റത്തൊരുപാട് ചെടി നട്ടു വെക്കുമായിരുന്നു. കോവിഡ് വന്ന സമയത്ത് ഞാനതിൻ്റെ ബാൽക്കണിയിലിരുന്നിട്ട് പുറത്തോട്ടിറങ്ങാൻ പറ്റത്തില്ലല്ലോ. ആ സമയത്ത് ഞാൻ ഈ ചെടികളെയൊക്കെ കണ്ടാണ് എൻ്റെ മൈൻഡ് ശരിയാക്കി എടുത്തത് തന്നെ. ചട്ടികളുണ്ട്, ഇതുണ്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. ഇൻഡോർ പ്ലാന്റ്സുകൾ ഉണ്ട്. ഇൻഡോർ പ്ലാന്റ്സുകൾ മുറിക്കകത്ത് വെച്ചാൽ നമുക്കറിയാം ഓക്സിജന് ഇഷ്ടം പോലെ ലഭിക്കും. അപ്പോൾ അവയ്ക്ക് പ്രത്യേകിച്ചൊന്നും വലിയ പരിചരണങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ. അതുപോലെ തന്നെ ഇതിന് ചെടികൾക്ക് വേണ്ട വളങ്ങളുണ്ട്, കണ്ടോ. ചെടി നടാനുള്ള എല്ലാം ഉണ്ട് ഇവിടെ. അതുപോലെ ഹാങ്ങിങ്ങായിട്ട് അങ്ങനെ ഇടാനുള്ള ഇവിടെ അതിൻ്റെ ചട്ടി പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ട്. അതുപോലെ അത് തൂക്കിയിടാനുള്ള സാധനവും ഇവിടെ ഉണ്ട്. പിന്നെ കുരുമുളകിൻ്റെ തൈകൾ, ഇതേ കുരുമുളകൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ തെങ്ങിൻ്റെ തൈകളാണ്. തെങ്ങിൻ്റെ തൈക്ക് എത്രയാണ് വില? തെങ്ങിൻ തൈക്ക് എത്രയാണ് വില? തെങ്ങിൻ്റെ തൈക്ക് 300 350 ഒക്കെയാണല്ലേ? അപ്പോൾ എത്ര വർഷത്തിൽ കായ്ക്കുന്ന? എത്ര വർഷം? 3-ാം വർഷം കായ്ക്കുന്ന 300 350 ഒക്കെ രൂപ വിലയുള്ള തെങ്ങിൻ്റെ തൈകൾ ഇവിടെ ധാരാളം ഉണ്ട്. ഏത് വെറൈറ്റി വേണേലും ഉണ്ട് ഇവിടെ. വേറെ ഇനി നമുക്ക് അങ്ങോട്ട് പോയി എന്തൊക്കെയുണ്ടെന്നൊന്ന് നോക്കാം കേട്ടോ. ഇത് ഇൻഡോർ പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇൻഡോർ പ്ലാന്റ്സുകൾ ധാരാളമുണ്ട്. ഇതെല്ലാം ഇൻഡോർ പ്ലാന്റ്സ് ആണ്. ഇത് കണ്ടോ, ഒരു പുതിയ വെറൈറ്റി കണ്ടില്ലേ? ഇത് പക്ഷേ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അത് ഒരു കളറുള്ളതും ഇത് ഗ്രീന് അങ്ങനെ കുറേ കാണുന്നുണ്ട്. ഇത് ഇങ്ങോട്ട് നോക്കൂ. ഇത് വൈറ്റ് മൾബറി കേട്ടോ. നമ്മൾ മറ്റേ കളറുള്ള മറ്റേ മൾബറി അല്ല, വൈറ്റാണിത്. ഇത് ഇവിടെ ഒരു മൾബറിയുടെയാണ് തൈയാണ്. ഇത് പാകിസ്ഥാൻ മൾബറി. ശരി, പാകിസ്ഥാൻ മൾബറി. ഇത് ബ്രസീലിയൻ മൾബറി. അങ്ങനെ പല രാജ്യത്തു നിന്നുള്ള മൾബറിയുടെ വെറൈറ്റീസ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ചാമ്പ, പേര, ഫ്രൂട്ട്സുകൾ ധാരാളം ഇവിടെ ഉണ്ട് കേട്ടോ. അതിൻ്റെ തൈകളൊക്കെ നമുക്കിവിടെ ലഭിക്കുന്നതാണ്. പറങ്കി ഇതുണ്ടോ, കശുമാവ്.
അധികം വലിപ്പമൊന്നും വരത്തില്ല അല്ലേ, ഇങ്ങനെ വട്ടത്തിലായിട്ട് ഇങ്ങനെ ബഡ് ചെയ്തായതുകൊണ്ട് വളരെ ഉയരത്തിലൊന്നും അത് പോകത്തില്ല കേട്ടോ. ഇത് കണ്ടോ, ഇപ്പം തന്നെ ഇത് പൂത്ത് വയ്ക്കുന്നുണ്ട്. ജാതി എത്രാം വർഷം കായ്ക്കുന്നേ? 3-ാം വർഷം കായ്ക്കുന്ന ബഡ് ചെയ്ത ജാതിയുടെ തൈകൾ. ഇത് കണ്ടോ, പനിക്കൂർക്ക. കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ പനി വരുമ്പോൾ ഇത് പിഴിഞ്ഞ് അതിൻ്റെ നീര് ഒന്നുകിൽ അവരുടെ തലയിൽ ചെറുതായിട്ടൊന്ന് തളിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവർക്കത് ഡ്രോപ്പായിട്ട് ഉള്ളിൽ കൊടുക്കാൻ പറ്റും. ഇതാണ് പനിക്കൂർക്ക. ഇത് നോക്കിയേ, കുറ്റിക്കുരുമുളക്. ഇത് കായ്ച്ചു തന്നെ നിൽക്കുക. ഈ വർഷം നോക്കിയപ്പം കുരുമുളക് ഇല്ല. ഞാൻ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് മറ്റേ കുറച്ച് കുരുമുളകൊക്കെ കിട്ടുന്നതായിരുന്നു. ഈ വർഷം നോക്കിയിട്ട് ഒരെണ്ണം പോലും കായ്ച്ചിട്ടില്ല. ഇത് കണ്ടില്ലേ, ഈ സമയത്ത് കുരുമുളക് കായ്ച്ചു നിൽക്കുന്ന കണ്ടില്ലേ. ഇതിൻ്റെ തൈകൾ എല്ലാം, മിക്കവാറും എല്ലാ തൈകളും ഇവിടെയുണ്ട്. എല്ലാം ചെറുനാരകം കണ്ടോ. പ്ലാവുകൾ. ഇത് എത്ര വർഷം ആകുമ്പോൾ കായ്ക്കും? 1.5 വർഷം മുതൽ 3 വർഷത്തിനുള്ളിൽ കായ്ക്കുന്ന നല്ല മധുരിക്കുന്ന ചക്ക വരിക്ക പ്ലാവാണിത്. ഈ ചാമ്പ ഉണ്ടോ? ചാമ്പ, ആപ്പിൾ ചാമ്പ. ഇത് കണ്ടില്ലേ. ശരിക്കും ഞാൻ ഈ ഒരു വെറൈറ്റി കണ്ടിട്ടില്ല കേട്ടോ. ഇത് കണ്ടോ, ഇത് ഒന്ന് എടുത്ത് പറയത്തക്ക തന്നെയാണ്. ആണോ? ഫുള്ള് റെഡാവും അല്ലേ? നാടനല്ലേ. ഇതിൻ്റെ ഇലക്കൊക്കെ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് കണ്ടോ ഇതിൻ്റെ ഇല. പിന്നെ പനയുണ്ട് വീടിൻ്റെ മുറ്റത്ത് വയ്ക്കാനായിട്ട്. അവക്കാഡോ ബട്ടർ ഫ്രൂട്ട്. ഇത് കണ്ടോ, ഇതിനെത്ര വില? 450 രൂപയാണ് കേട്ടോ. അതിൻ്റെ റെഡ് അവക്കാഡോ റെഡ് അവക്കാഡോ. മാവുകൾ പല വെറൈറ്റി. ഇത് കണ്ടോ, മൂവാണ്ടൻ, കലപ്പാടി മാവ്. ഇതൊക്കെ പെട്ടെന്ന് കായ്ക്കുന്നല്ലേ. വളമിട്ട് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ നാടൻ മാവ് പോലെ കാത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ. പെട്ടെന്ന് തന്നെ നമുക്ക് മുറ്റത്ത് വെച്ചാൽ ഒരു 1.5-2 വർഷത്തിനകം അത് കായ്ച്ച് നമുക്ക് മാങ്ങ ലഭിക്കും. ഈ ഒരു ചെടി കണ്ടോ, നമുക്ക് താഴേന്ന് എടുത്തു പോകാം അതിൻ്റെ വീഡിയോ കേട്ടോ. ഇതിൻ്റെ പൂ കണ്ടില്ലേ, പൂ ഒരുപാട് നാളെ നിൽക്കുന്നതാണ്. ഞാൻ ആദ്യം ഓർത്ത് ഇതെന്താ ഏലമാണെന്ന് ഓർത്തു. അപ്പോൾ ഇതിൻ്റെ പേര് ടോർച്ച് പ്ലാന്റ് എന്നാണ് കേട്ടോ. ടോർച്ച് പ്ലാന്റ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂ കാണാനായിട്ടേ. കണ്ടോ, ഇത് ടോർച്ച് പ്ലാന്റാണ്. ഗ്രാമ്പൂവിൻ്റെ തൈയുണ്ട്. ഇങ്ങനെ എല്ലാ ഫ്രൂട്ടുകളും ചെടികളും ഒക്കെ അതിൻ്റെയൊക്കെ തൈകൾ ഇവിടെ നമുക്ക് ലഭിക്കുന്നു കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ വളവും അതിനിടാനുള്ള വളവും നമുക്ക് ഇവിടെ ലഭ്യമാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇല്ലാത്ത ചെടികളും അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങളുടെ തൈകൾ ഒക്കെ ഇവിടെ എല്ലാത്തിൻ്റെയും നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. ഇത് കണ്ടോ, ബോഗൻവില്ല റെഡും അതിൻ്റെ കൂടെ ഒരു റോസും ആയിട്ട് നിൽക്കുന്നു. എന്ത് രസമാണെന്ന് നോക്കിയേ. അപ്പം എല്ലാം നിങ്ങൾ കണ്ടല്ലോ. നിങ്ങൾക്ക് വളരെ മിതമായ
നിരക്കിൽ വിലയൊക്കെ കുറച്ച് നിങ്ങൾക്ക് പ്ലാന്റ്സ് അതുപോലെ തന്നെ ഫ്രൂട്ടിൻ്റെ തൈകൾ ഒക്കെ ഫലവൃക്ഷങ്ങളുടെ തൈകൾ ഒക്കെ നിങ്ങൾക്കിവിടെ ലഭിക്കും കേട്ടോ. എല്ലാവരും ഇവിടെ വന്ന് വാങ്ങുക, ഇവിടെ വന്നൊന്ന് കാണുക നിങ്ങൾ കേട്ടോ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഏദൻ ഗാർഡൻ അതിൻ്റെ നമ്പറൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. കാർഷിക നഴ്സറി ഇത് ഏതാണ്ട് 12-13 വർഷം പഴക്കമുള്ള നഴ്സറിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് വിട്ടേക്കുക. അതുപോലെ തന്നെ ഫോൺ നമ്പറൊക്കെ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ കോട്ടയം ജില്ലയിൽ വടവാതൂരാണ് ഈ നഴ്സറി സ്ഥിതി ചെയ്യുന്നത്. 13 വർഷക്കാലം പഴക്കമുള്ള നഴ്സറി, 15 വർഷം പഴക്കമുള്ള നഴ്സറിയാണ്. അതായത് ഇന്നലെ ഒന്നും തുടങ്ങിയ നഴ്സറി അല്ല. ഇവിടെ എല്ലാ ഫ്ലവേഴ്സ് ആണെങ്കിലും ഇവിടെ വന്നൊന്ന് കണ്ടാൽ നമുക്ക് ഇഷ്ടമുള്ള ഇത് എല്ലാം സെലക്ട് ചെയ്യാനായിട്ട് തോന്നും. അതുപോലെയാണ്. അതുകൊണ്ട് ഫ്രൂട്ടിൻ്റെ തൈകൾ, പിന്നെ അതുപോലെ പ്ലാവ്, മാവ്, ജാതി അങ്ങനെയുള്ള ഫലവൃക്ഷ തൈകൾ എല്ലാം ഇവിടെ നിങ്ങൾക്ക് മിതമായ നിരക്കിൽ, പച്ചക്കറിയുടെ തൈകളും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് ഇവിടുന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ